അതെ, നിങ്ങൾ എന്തിനാണ് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? സാർ റിച്ചാർഡ് സാറിനെ തന്നെ വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. സാർ കുറേ കേസുകൾ തെളിയിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഒന്നുമില്ല സാർ, 3 കൊല്ലമായി എൻ്റെ അനിയത്തി സുദ്ധി അവിടെ കാലാണ്. അനിയൻ പറയുന്നത് അവളൊരു ഓട്ടോ ഡ്രൈവറുമായി പ്രണയത്തിലായിരുന്നു. അയാളോട്ട് ഒളിച്ചോടിപ്പോയെന്നാണ് അയാൾ പറയുന്നത്. പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ. പിന്നെ ഞാൻ ആ ഓട്ടോ ഡ്രൈവറുടെ വീട്ടിൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാര്യ പറഞ്ഞത് അയാളൊരു അത്രക്കാരനൊന്നും അല്ലെന്നാണ്. എനിക്കെന്തോ അനിയൻ്റെ പെരുമാറ്റം അങ്ങനെ അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. ഞാനതുകൊണ്ടാണ് ഈ ഗൾഫിൽ നിന്ന് വന്നത്. ഇത് സാറൊന്ന് പേഴ്സണലായിട്ട് അന്വേഷിക്കണം. പൈസ എനിക്കൊരു വിഷയമല്ല, എത്ര വേണമെങ്കിലും ഞാൻ മുടക്കാം. സാറൊന്ന് രഹസ്യമായിട്ട് ഈ കേസ് ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ. എന്തായാലും ഈ കേസ് ഞാൻ ഒന്ന് അന്വേഷിക്കാം. ആദ്യം ഞാൻ നിങ്ങളുടെ അളിയനൊന്ന് കാണട്ടെ. കാരണം അയാൾ കള്ളമാണോ അല്ലയോ പറയണമെന്ന് അറിയണമല്ലോ. ബിക്കോസ് ഞങ്ങൾക്ക് ഇതിന് ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതാണ്. കള്ളം പറയണത് കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ഓക്കെ സാർ, സീ യു. നരൻ, അളിയന്റെ പേരെന്തായിരുന്നു? സാർ രാജി. സാർ, ശ്രുതിയുടെ ചാപ്റ്റർ ഞാൻ പണ്ടേ ഉപേക്ഷിച്ചതാണ്. എന്നെയും 2 മക്കളെയും കളഞ്ഞിട്ടാണ് അവൾ ആ ഓട്ടോക്കാരൻ്റെ കൂടെ ഒളിച്ചോടിയത്. ഇനി അവളെ അന്വേഷിക്കാനോ ഒന്നിനും എനിക്ക് താല്പര്യം. മിസ്റ്റർ, ഒളിച്ചോടിപ്പോയി നിങ്ങൾ പറയുന്നുണ്ട്. അതിനെന്താ തെളിവ്? നിങ്ങൾ തന്നെ തല്ലിക്കുന്നതാണെങ്കിലോ? മിസ്റ്റർ, നിങ്ങളൊരു ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് ഞാൻ മാന്യമായിട്ട് സംസാരിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും അവൾ എൻ്റെ പിള്ളേരുടെ അമ്മയാണ്. അവളെക്കുറിച്ച് അനാവശ്യം പറയാനായിട്ട് ഇനി എൻ്റെ അടുത്ത് വരരുത്. മിസ്റ്റർ, നിങ്ങളിത് അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞാലും ശരി, ഞങ്ങൾക്ക് അന്വേഷിച്ചേ പറ്റും. കാരണം സ്വമേധയാൽ ഞങ്ങൾ കേസെടുക്കും. ഞങ്ങൾക്ക് ഇതിനുള്ള സ്പെഷ്യൽ ഏജൻസി ഉള്ളതാണ്. ഞങ്ങളിത് അന്വേഷിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾ അന്വേഷിച്ചു. പക്ഷേ ഇനി അവളെ കണ്ടു കിട്ടിയാലും എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരരുത്. ഞാൻ പോകുന്നു. ഹലോ നരേൻ, ഞാൻ രാജീവിനെ ചോദ്യം ചെയ്തിരുന്നു. പഠിച്ച കള്ളനാണ് അവൻ. ഒരു തരി മുഖഭാവത്തിൽ നിന്ന് പോലും വിട്ടുതരുന്നില്ല അവനൊന്നും. ഞാനിപ്പോൾ ഇന്ന് അവനെ ഫോളോ ചെയ്യാൻ പോവുകയാണ്. അവൻ്റെ ഈ വീട് പരിസരത്ത് തന്നെ ഉണ്ടാവും. എന്തെങ്കിലും ഒന്നും കിട്ടാണ്ടിരിക്കില്ല. ശേഷം ഞാൻ അറിയിക്കാം. ശ്രുതി, ശ്രുതി, ശ്രുതി.
ഞാനല്ല 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 സാർ ഞാനല്ല അവളെ കൊന്നതാ. ഞാനല്ല. റിച്ചാർഡ് സാർ, എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഒറ്റ ദിവസം കൊണ്ടല്ലേ സാർ ഈ കേസ് തെളിയിച്ചത്. എൻ്റെ അനിയത്തിക്ക് നീതി കിട്ടി. യഥാർത്ഥ കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടു. സാറിൻ്റെ എമൗണ്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ സാർ, ഞാൻ ഇന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ ദുബായിക്ക് പോകണതാണ്. ഇനി കാണാം. ഓക്കെ കാണാം. ഓക്കെ സാർ. ഓക്കെ. ഹലോ സാർ, ഞാൻ നരൻ. ഞാൻ ശ്രുതിയുടെ ചേട്ടനാണ്. സാർ, എൻ്റെ അടയിനെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാലോ, രാജീവിനെ. സാർ, അവനെ വിട്ടയക്കണം പ്ലീസ്, പ്ലീസ്. ആരാ നീ? എന്താ സാറേ? സാറേ, ഞാൻ ശ്രുതിയുടെ... ഞാൻ എല്ലാം അറിഞ്ഞി. ആരാടാ നീ? സാറെല്ലാം അറിഞ്ഞില്ലേ? സാറേ, ശ്രുതി ഒരു ഓട്ടോ ഡ്രൈവറുടെ പോലെ ഓടിച്ചു കൊടുക്കുക. ആ ഓട്ടോ ഡ്രൈവറാണ് സാറേ ഞാൻ. എൻ്റെ പേര് ജോണി. നിന്റെ ഉദ്ദേശം എന്താണ്? എൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല സാറേ. ഞാനാണ് അവളെ സ്നേഹിച്ചതും ഞാനാണ് അവളെ വെട്ടി നുറുങ്ങി കൊന്നതും. പിന്നെ അവൻ്റെ പറമ്പിൽ അവനറിയാതെ അവിടെ കുഴിച്ചിട്ടതും ഞാനാണ്. അവളുടെ ശരീരം എവിടെ ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞത് ഞാനാണ്. സാറിനെ ഞാൻ പൂട്ടും മര്യാദക്കല്ലെങ്കിൽ. മൊത്തം പറയട്ടെ സാറേ. സാറിപ്പോൾ ആ കേസ് തെളിയിച്ചില്ലേ? കൊന്ന ആളെ സാർ അറസ്റ്റ് ചെയ്തു, രാജീവിനെ. അവനൊരു നിരപരാധിയാണ് സാർ. പക്ഷേ ഞാൻ ഫ്രീ ആയി. സാറിന് എന്നെ കൂട്ടാൻ തെളിവുകളൊന്നുമില്ല. സാറിനിപ്പോൾ വേണമെങ്കിൽ എന്നെ കൊല്ലാം. പക്ഷെ സാർ എന്നെ എന്തിനു കൊന്നു എന്നൊക്കെ പറയേണ്ടി വരും. കൊല്ലത്തില്ല നിന്നെ. തെളിവുകളോടുകൂടി തന്നെ ഈ കേസ് ഞാൻ തെളിയിക്കും. സാറൊന്ന് ശ്രമിച്ചു നോക്ക്. ഐ ആം വെയിറ്റിംഗ്. ശ്രമിക്കുന്നുണ്ട്. ഞാനും വെയിറ്റിംഗ് ആണ്.